പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നലെ ISL കൊൽക്കത്ത ഡെർബി മത്സരം നമ്മൾ കണ്ടതാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അതുപോലെ തന്നെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബുമായിരുന്നു ഇന്നലത്തെ കൊൽക്കത്ത ഡെർബി മത്സരത്തിൽ ഏറ്റുമുട്ടിയിരുന്നത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിജയിച്ചതോടുകൂടി ഇപ്പോൾ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ കൊൽക്കത്ത ഡെർബി മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിനായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ വിജയം. എന്നാൽ ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിജയിച്ചതോടുകൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ താഴേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കൊൽക്കത്ത ഡെർബി നടക്കുന്നതിന് മുമ്പ് വരെ കേരള ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്തായിരുന്നു പോയിന്റ് ടേബിളിൽ. എന്നാൽ ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിജയിച്ചതോടുകൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അടുത്തതായി ബ്ലാസ്റ്റേഴ്സിന് നേരിടാനുള്ളത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെയാണ്. അത് ഈ മാസം 20ാം തീയതിയാണ്. ആ മത്സരം ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായും വിജയിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അഥവാ സമനിലയാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം 7ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തൊക്കെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ 4 സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തായാലും ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിജയിച്ചതോടുകൂടി ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒഡീഷ FCക്കെതിരെ സമനില നേടിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് 4ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. പിന്നീട് അടുത്ത മത്സരത്തിൽ ഗോവ സമനില വഴങ്ങിയതോടുകൂടി നോർത്ത് ഈസ്റ്റുമായി സമനില വഴങ്ങിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത മത്സരം തീർച്ചയായും വിജയിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് മുന്നിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കയറി വരാനായിട്ട് സാധിക്കുകയുള്ളൂ.